ഇടുക്കി ഹൈറേഞ്ചിന്റെ ഭാഗമായിട്ടുള്ള മേഖലകളായിട്ടുള്ള മൂന്നാർ, വാഗമൺ, ഏലപ്പാറ, ഉടുമ്പൻചോല, അടിമാലി എന്നിവിടങ്ങളിലൊക്കെ ഇന്നലെ രാത്രി മുതൽ തന്നെ ശക്തമായ മഴയുണ്ട്. എന്നാൽ തൊടുപുഴ മേഖലയിലേക്ക് വരുമ്പോൾ നേരിയ തോതിൽ മാത്രമാണ് മഴ പെയ്യുന്നത്. 3 ഡാമുകളാണ് നിലവിൽ തുറന്നിട്ടുള്ളത്. കല്ലാർകുട്ടി, പാമ്പള, മലങ്കര ഡാമിന്റെ വെള്ളം ഒഴുകിപ്പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഡാം തുറക്കാത്ത ഒരു സാഹചര്യത്തിൽ വളരെ താഴ്ന്ന നിലയിലായിരിക്കും വെള്ളം ഒഴുകുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം, നിറഞ്ഞൊഴുകുകയാണ് മലങ്കര ഡാമിലെ വെള്ളം. അതുകൊണ്ട് തന്നെ ഈ ഡാം തുറന്നു വിട്ടിട്ടുള്ള നദികളുടെ തീരത്ത് താമസിക്കുന്നവർക്ക് കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. മൂന്നാറിൽ ഇന്നലെ ഉണ്ടായ മണ്ണിടിച്ചിലിൽ കൂടുതൽ സ്ഥലങ്ങളിൽ മണ്ണിടിയാൻ സാധ്യതയുള്ളതിനാൽ 21 കുടുംബങ്ങളെ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. തിങ്കൽക്കാട് മേഖലകളിൽ രാവിലെ മരം ഒടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അഗ്നിശമന സേനയും പോലീസും നാട്ടുകാരും ഇടപെട്ട് ഈ മരങ്ങളൊക്കെ വെട്ടിമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഈ നേര്യമംഗലം മേഖലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മരം വീണ് ഗതാഗതം മുടങ്ങുന്നത് തുടർച്ചയായി നമ്മൾ കാണുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ആ മേഖലകളിലൊക്കെ തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. വാഹനങ്ങൾ കടന്നു പോകുന്നതിന് മുകളിലേക്ക് മരം വീഴുന്നത് ഒരു പതിവ് സംഭവമായി മാറിയ ഒരു മേഖലയാണ് നേര്യമംഗലം. കഴിഞ്ഞ ദിവസമാണ് അവിടെ കാടിന് മുകളിലേക്ക് മരം വീണ് ഒരാൾ മരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായത്. മൂന്നാറിൽ ഇന്നലെയും മണ്ണിടിച്ചിലിൽ ഒരു സ്ത്രീ മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ജില്ലയിൽ മലയോര മേഖലകൾ, മണ്ണിടിച്ചിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള മേഖലകൾ, ഉരുൾപൊട്ടലുണ്ടാകാൻ സാധ്യതയുള്ള മേഖല, ഇവിടെ എല്ലാം തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ്. ആവശ്യമെങ്കിൽ കൂടുതൽ ആളുകളെ അപകട സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു തരത്തിലേക്ക് ജില്ലാ ഭരണകൂടം നടപടിയെടുക്കാനാണ് സാധ്യത. അതുപോലെ തന്നെ വിനോദസഞ്ചാര മേഖലകളിൽ നിലവിൽ നിയന്ത്രണങ്ങളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പോലും കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. വിനോദസഞ്ചാര മേഖലകളിലേക്ക് പോകുന്ന റോഡുകളിൽ മരം വീഴാൻ സാധ്യതയുള്ളതിനാൽ അവിടെയും ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. വരുന്ന സഞ്ചാരികളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അവർ ഈ ഒഴുക്കൊക്കെയുള്ള പുഴകളിൽ ഒക്കെ ഇറങ്ങുമ്പോൾ ഒന്ന് കരുതലോടെ വേണം ഇറങ്ങാൻ. എപ്പോഴും ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചു മാത്രം വിനോദസഞ്ചാര മേഖലയിലേക്ക് വരുന്നവർ, വിനോദസഞ്ചാരികൾ ശ്രദ്ധയോടെ വേണം പെരുമാറാൻ എന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു മോദി.